പ്രായപൂർത്തിയാകാത്ത വൈറൽ താരത്തിന്റെ വിവാഹത്തിലെടുത്ത കേസിൽ പട്ടികവർഗ പീഡന നിയമം കൂടി ചുമത്തുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കി എസ് കമ്മീഷൻ നിയമോപദേശകൻ പ്രകാശ് ഉയിക്കയുടെ FB പോസ്റ്റ്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രകാശ് പറയുന്നു. കേരളത്തിലെ CPM നേതാക്കളുടെ പങ്കും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. അതേസമയം ഈ വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുത്ത CPM നേതാക്കൾ കേസിലും വിവാദത്തിലും പ്രതികരിക്കാതെ വിവാദം മൗനം തുടരുകയാണ്. ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് മന്ത്രി വി ശിവൻകുട്ടിയും MP ഗോവിന്ദനും ഒപ്പം A റഹീം എല്ലാം തന്നെ അവിടെ എത്തുന്നു, അമ്പലത്തിലെത്തുന്നു, വധുവരന്മാരെ ആസ്വദിക്കുന്നു, ആ പൂച്ചെണ്ട് നൽകുന്നു, ഹാരമണിക്കുന്നു. ഇതിനുശേഷം വളരെ വിശദമായി മാധ്യമങ്ങളോട് MP ഗോവിന്ദൻ സംസാരിക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ബൈറ്റ് ഇങ്ങനെയായിരുന്നു: ജനകീയമായ മതനിരപേക്ഷമായ ഒരു അരങ്ങേറ്റം, മതനിരപേക്ഷതയുടെ അരങ്ങേറ്റം, ജനകീയമായ മനുഷ്യത്വപരമായ അവബോധം പുലർത്തിയ നാട് എന്ന നിലയിൽ കേരളം ലോകത്തിന് മാതൃകയാകും. ഇത്തരം ഒരു വിവാഹം നടക്കുമ്പോൾ അതിനെ ആസ്വദിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന നിലയിലായിരുന്നു MP ഗോവിന്ദൻ അന്ന് മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയത്. പക്ഷേ പിന്നീട് ഇന്നലെ ഈ പോക്സോ കേസ് എടുത്ത റിപ്പോർട്ട് പുറത്തു വന്നതോടെ പക്ഷേ ഒരു CPM നേതാക്കളെ പോലും നമുക്ക് പ്രതികരണം ലഭ്യമായിട്ടില്ല. മന്ത്രി വി ശിവൻകുട്ടിയെ ബന്ധപ്പെട്ടു, MP ഗോവിന്ദൻ മാഷിനെ ബന്ധപ്പെട്ടു, A റഹീമിനെ ബന്ധപ്പെട്ടു. പക്ഷേ ഇവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെയും മന്ത്രി വി ശിവൻകുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇക്കാലത്താണ് ഒരു പ്രതികരണത്തിനും തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഏതായാലും പെട്ടുപോയിരിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെടാണ്. പക്ഷേ അന്ന് കേസ് ഇത്തരത്തിൽ ഒരു കേസ് ഈ വഴിത്തിരാവുമെന്ന് അവരാരും വിചാരിച്ചിരുന്നില്ല എന്നായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അബ്ജോദ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.